അപ്പൊ ഉറക്കത്തിലാട്ടോ. ഇപ്പൊ സമയം 9 മണിയാവുന്നു കേട്ടോ, 8:45. അപ്പൊ കുഞ്ഞിപ്പെണ്ണിതേ രാവിലെ എണീച്ചിട്ട് നോക്കി എനിക്ക് കിടക്കാൻ സ്ഥലം തരാണ്ട് ക്ലോക്ക് ബേസിലാട്ടോ ഇരിക്കും കിടക്കുന്ന അവള്. കാണ്ടാടി ഞാൻ പവാചേടാ അമ്മ ചവിട്ടിയില്ലേ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കി കിടക്കും. ഇച്ചേരം ഞോണ്ടു കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് നടുമിന്നത് കാരണം കുഞ്ഞിപ്പെണ്ണിനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കുഞ്ഞേച്ചി വന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്കൈ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി എല്ലാവരും കാണാൻ പോട്ടെ. കുഞ്ഞിപ്പെണ്ണ് ആദ്യം മുറ്റത്തേക്ക് പോട്ടോ. പോട്ടെ പോട്ടെ. ഇതെന്നതാണ് 2 പാത്രം നിന്റെ കൂട്ടിന്? ഒരുത്തനതാ 2 പാത്രം എടുത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇച്ചിരി നേരം സ്കൈ ബേബീനെ ഇച്ചിരി വെയിലൊക്കെ കൊള്ളിക്കൂ കേട്ടോ. കുഞ്ഞിപ്പെണ്ണെ അമ്മഞ്ഞു മുറ്റേ. ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള പരിപാടികളാട്ടോ. ഇവിടെ വന്നിട്ട് ഇവളുടെ ഒരു ദിവസം ഇങ്ങനെയാട്ടോ. എല്ലാവരെയും കണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പടഞ്ഞ് അല്ലുമ്മ. അപ്പൊ കുഞ്ഞേച്ചി ഇവിടെ നിന്ന് വെയിൽ ഇങ്ങനെ കുറെ നേരം കൊള്ളിക്കൂ കേട്ടോ. അപ്പത്തേക്ക് ഞാനിപ്പോ പോയിട്ട് അവക്ക് കുളിപ്പിക്കാനുള്ള സാധനം റെഡിയാക്കും. അപ്പൊ കൂട്ടുകാരെ സ്കൈ ബേബിനെ വെയിലൊക്കെ കൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അധികം നേരം കൊള്ളിച്ചില്ല. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റോളം കൊള്ളിച്ചിട്ട് അവളെ ഹാളിൽ കൊണ്ടുപോയിട്ട് പാ വിരിച്ചിട്ട് കിടത്തു കേട്ടോ, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മമ്മി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞേച്ചി നേരെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോയിട്ട് പായിൽ ഇങ്ങനെ കിടത്തു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ കുളിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ തുളസിയില്ലേ, തുളസി, നമ്മുടെ കരിന്തുളസീൻ്റെ ഇലയും നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയില്ലേ അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. എനിക്ക് ഇന്ന് നടുവിന് വയ്യാത്ത ഞാനതിൽ നിന്ന് രാവിലെ പറിച്ചു കൊടുക്കുന്നത്. ഞാനായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് വെള്ളം ഉണ്ടാക്കുന്നത്. ഇന്ന് മമ്മി ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് എനിക്ക് നടുവേദന ആയത് കാരണം മമ്മി തന്നെ ചെയ്തു കേട്ടോ. കണ്ടോ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണിന് കുളിക്കാനുള്ള വെള്ളം ഇതാ പനിക്കൂർക്കേൻ്റെ വലിയ തണ്ടും പിന്നെ 2 തുളസീൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ആറാൻ വേണ്ടി വെച്ചിരിക്കട്ടെ. നല്ല ചൂടുണ്ട്, അതിന് ആറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവിടെ എണ്ണ തേച്ച് കിടക്കും കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഡ്രൈ സ്കിന്നിന്റെ കാണിക്കാൻ പോയിട്ട് പിന്നെ കുറവുണ്ടല്ലോ ചേച്ചി. എഞ്ചുമ്മ. അപ്പൊ ഇത് ഡൂഡുവിന്റെ പായ കേട്ടോ. ഡൂഡ് കുഞ്ഞിലെ കിടന്ന പായാണ് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിന് എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിങ്ങനെ കുറച്ച് നേരം അവൾ ഇന്ന് കളിക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ട് നമ്മൾ നല്ലോണം എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്തെടുക്കില്ലേ കുഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് കുഞ്ഞിപ്പെണ്ണിന്റെ രാവിലത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പാടെ എല്ലാവരെയും കാണാനും അതുപോലെ വെയിൽ കൊണ്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് പായലിങ്ങനെ കിടത്തു കേട്ടോ. ഞാൻ റെസ്റ്റ് തന്നെയാണ്, അത് കാരണം ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. എടുക്കരുതെന്ന് കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നടുവിനിങ്ങനെ നീർക്കെട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നാമത് പ്രസവ ശുശ്രൂഷയിലും കൂടി ആയത് കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുഞ്ഞേച്ചിയും മമ്മി ഇച്ചയും പപ്പയൊക്കെ കൂടിയിട്ടാണ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ, എനിക്കിഷ്ടമായി. അപ്പൊ കൂട്ടുകാരെ ദോശ ചൂടും കേട്ടോ. ഇച്ചയ്ക്ക് നമ്മൾ ദോശ ചുട്ടപ്പോൾ ഇച്ചയ്ക്ക് നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചൂടുന്ന ചൂടല് കണ്ടോ. ഇതെന്തുവാ എന്ത് ഞാന് പോയിട്ട് ദോശയും ചട്ടനിയും കഴിക്കട്ടെ. മമ്മി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട്. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടന്ന് കളിക്കുകയാണ്. അമ്മന്റെ പൊന്നേ, അമ്മക്ക് മുറ്റി കുച്ചാൻ പോവാനാ. അവിടെ മമ്മി കുപ്പിച്ചല്ലേ. അപ്പൊ പാലുണ്ട്, മുട്ടയുണ്ട്, ദോശയുണ്ട്, 2 ദോശയുണ്ട്, 1 കപ്പ്, ഇതെൻ്റെ കപ്പാണ്, 1 കപ്പ് പാലുണ്ട്, മുട്ടയുണ്ട്, ഇത് ഇച്ചേൻ്റെത്, 1 മുട്ട ചെയ്യും. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് പാലും മുട്ടയെല്ലാം കൂടെ തിന്നാൻ പറ്റില്ല, പക്ഷെ മമ്മീൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിച്ചേ പറ്റൂ.
നമുക്ക് ഒരു ശൃംഗാരി കുളിച്ച ശൃംഗാരി അയ്യെ കുളിച്ചിട്ട് അതില് ഉരുളല്ല എന്റെ ഡൂടുവേ. അതാ ഓടി പോയി. അപ്പൊ കൂട്ടുകാരെ ഞാൻ നാളെ എണീച്ച് വന്നതാണ്, ഫുഡൊക്കെ സെറ്റാക്കി വന്നപ്പോഴേക്ക് മമ്മി കുഞ്ഞിപ്പെണ്ണിനാണ് എണ്ണയൊക്കെ തേക്കും കേട്ടോ. കണ്ടോ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട്, കുഞ്ഞിപ്പെണ്ണിനെ പായ കിടത്തിയിട്ടാട്ടോ മമ്മി എണ്ണ തേക്കുന്നേ. അതെന്താ മമ്മി തേക്കുന്നേ? എന്തൊക്കെ മഞ്ഞ കളറൊക്കെ ആട്ടോ, എന്തൊക്കെ സാധനം ഇട്ടിട്ടുണ്ട് അതിനകത്ത്. എന്താ അത് എന്തൊക്കെ സാധനം എന്ന് പറയാൻ പറ്റുമോ? മഞ്ഞപ്പാലൊക്കെ സാധനങ്ങളൊക്കെ. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മോളിക്കോട്ടം പറയൂല. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ മേത്തൊക്കെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് നല്ല ഉഷാറാക്കുന്നുണ്ട് കേട്ടോ മമ്മി. ചക്കയെ കുറ്റിയേ അപ്പൊ കുഞ്ഞിമാമേ എനിക്ക് ചെയ്യുമ്പോമ്മേ. ചേട്ടാ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ പ്രോഗ്രാം പച്ചക്കറി മേടിക്കാൻ പോകുന്നുണ്ടോ? ആ എന്നാ മേടിച്ചിട്ട് ഒരു 2 ചാക്കരി എടുത്തോട്ടോ ഇന്ന്. ആ ഫോണുണ്ട് കേട്ടോ എന്തോ എടുക്കാന്. എന്റെ മോനെ ചാടിച്ചാടിയാ പോകുന്നത്. ഓ സ്റ്റാർട്ടാക്കിയോ? ആടി എന്റെ ഈ ദോശന്റെ എന്റെ ദോശ ഈ സൈഡിലെ മാവ് മാത്രം വന്നില്ല. തീ കുറച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച ഞാൻ ചോദിച്ചത്. വേറെ ചുട്ടെടുക്കാന്നാ സാറില്ല. തിന്നല്ലേ എന്റെ കുഞ്ഞാ, തിന്നുവാണെങ്കിൽ വൃത്തിക്ക് തിന്നാ. അപ്പൊ കൂട്ടുകാരത് കുഞ്ഞിപ്പെണ്ണെ ഈ ബാത്റൂമിൽ നിന്നാട്ടെ കുളിപ്പിക്കുന്നത്. മമ്മിക്ക് ഒരു കുഞ്ഞു സ്റ്റൂളൊക്കെ ഉണ്ട്. അമ്മി ഇതാ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. പായൽ കിടത്തി അങ്ങ് കുളിപ്പിക്കൂട്ടോ. മമ്മി എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുഞ്ഞിക്കുട്ടിയൊക്കെ ഉരുട്ടുന്നുണ്ട്. കുഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരെ ഇവിടുത്തെ A to Z പരിപാടി ഇപ്പൊ ചെയ്യുന്ന മമ്മിയും കുഞ്ഞച്ചും കൂടി ആട്ടോ. കാരണം പൊന്നൂന് ഇപ്പൊ നടുവിന് മിന്നിയിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാനും വെയിറ്റ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. മമ്മി കുഞ്ഞിപ്പെണ്ണ് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ, ബാത്റൂമാണ് കുളിപ്പിക്കുന്നത്. കുളിക്കുവാണോ? കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. കൈവേവി കുളിച്ചാൽ ഭയങ്കര ഇഷ്ടാണ്. കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും. അപ്പൊ അമ്മ ഇരുന്ന് കുളിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുസി ആണ്ട വരുന്നുണ്ട് തോർത്തുന്നുണ്ട്. സുസി ആട്ടോ ഹാൻഡ് ഓവർ ചെയ്യുന്ന, കയ്യിലേക്ക് കുഞ്ഞിനെ എടുത്ത് തോർത്തുന്ന. അതന്നെ മമ്മി കുഞ്ഞച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യും, എന്നിട്ട് കുഞ്ഞച്ചി തോർത്തും. ഇതൊക്കെ ഞങ്ങൾ രണ്ടും തന്നെ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ എത്ര പേരല്ലടാ അല്ലേ? നിങ്ങക്ക് എന്താ തോന്നി ഇപ്പൊ? എന്തോന്നാ ഹൗ യു ഫീൽ? അതിശയം. അപ്പതാ കുഞ്ഞിപ്പെണ്ണൊക്കെ കുളി കഴിഞ്ഞാണ് കുഞ്ഞച്ചി തോർത്തിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ അങ്ങനെ തോർത്തലൊക്കെ ആയി മൊത്തം ഡ്രൈയിങ് ആണ് ഇനി. ഡൂട് ഉണ്ടാവും കുഞ്ഞിപ്പെണ്ണിനെ തോർത്താനും. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ തല നല്ലോണം തോർത്തി ചെവിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് മൂക്കൊക്കെ ക്ലീൻ ചെയ്ത് നല്ലോണം അടിപ്പൊടിയൊക്കെ എടുക്കും കേട്ടോ. രാസനാഥിപ്പൊടിയൊക്കെ വായിലേക്ക് കുട്ടിക്കേറ്റേ. പൊന്നു നോക്കിക്കുന്നുണ്ടേ. ഞാൻ നൈറ്റ് കേട്ടിട്ട് എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നോക്കട്ടെ, കാണിച്ചു കൊടുത്തേ. നൈറ്റ് കേട്ട് നടക്കുന്ന അമ്മമാരെ ഞാൻ സമ്മതിച്ചു. ഭയങ്കര ചൂടല്ലേ? ഞാൻ പെറ്റി കിടന്നപ്പോ ഇട്ട നൈറ്റിയാ. ഇപ്പൊ എല്ലാം പൊന്നിന് ഹാൻഡ് ഓവർ. അല്ല ഇത് ഭയങ്കര ചൂടല്ലേ? ഞാനൊരു ദിവസം ഞങ്ങളുടെ ഡ്രസ് കളക്ഷൻ കാണിച്ചു തരാട്ടോ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞേച്ചിന്റെ ഡ്രസ് കളക്ഷൻ കാണിച്ചു തരാട്ടോ. ഇവിടെ കുഞ്ഞേച്ചിക്കും മമ്മിക്കാണ് ഏറ്റവും കൂടുതൽ ഡ്രസ് കളക്ഷൻ ഉള്ളത്. അപ്പൊ സ്കൈ ബേബി എഞ്ഞപ്പോ നോക്കിക്കൊണ്ടിരിക്കണേ. എന്റെ ജീവൻ ഞാൻ കുളിച്ചിട്ട് വന്നത് കണ്ടില്ലേടാ അപ്പ. അപ്പൊ അമ്മ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ കുളിപ്പിച്ച ഷീറ്റ് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി ഇടുവാണ് കേട്ടോ. നമ്മൾ ഇവിടെ ആട്ടോ ഉണക്കാൻ വേണ്ടി ഇടുന്നേ. ഇത് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ കുഞ്ഞിപ്പെണ്ണെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ ഇതിങ്ങനെ വിരിക്കും. ഇതിനകത്ത് ആട്ടോ കുഞ്ഞിപ്പെണ്ണെ കടത്തിട്ട് കളിപ്പിക്കുക. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്താണ് കൈയും കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് വേദനിക്കൂല. നല്ലോണം കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് നീന്തി കളിച്ചോളും. ദൈവമേ 2 കൈയും കൂടിയാണ് വയലിൽ കുത്തി കിരിച്ചേക്കുന്നേ. ഓഞ്ചോ ചോബോമ്മേ. ഇനി തോർത്തിയിലൊക്കെ കഴിഞ്ഞിട്ട് ഉടുപ്പിട്ട് നേരെ കുഞ്ഞുപെണ്ണിന്റെ തൊട്ടിലേക്ക് കിടക്കും കേട്ടോ. ഫീഡിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാലുകൂടി കഴിഞ്ഞിട്ട് അവള് നേരെ തൊട്ടിലേക്ക് കടന്ന് ഇപ്പൊ തൊട്ടിലേക്ക് കടന്ന് കേട്ടോ. ഉറങ്ങുന്ന മൊത്തം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ശരിയാണ് തൊട്ടിലേക്ക് കയറുമ്പോ. അപ്പൊ തോർത്ത് കഴിഞ്ഞതാണ് കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിച്ച് എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്റെ ജീവൻ ചട്ടിക്കൊണ്ട് പോവാനോ കുഞ്ഞിപ്പെണ്ണിനെ. ഇനിയിപ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ ക്രീം ഒക്കെ തേക്കാൻ വേണ്ടി പോകാട്ടോ. ഡ്രൈ സ്കിന്നിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അതൊക്കെ തേക്കണം.
അപ്പൊ അതൊക്കെ തേക്കാൻ വേണ്ടിട്ട് പോട്ടെ. ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ തേക്കും. കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രൈ സ്കിൻ ഇല്ലായിരുന്നു, അതൊക്കെ തേക്കൂട്ടോ. അപ്പൊ കുഞ്ഞിച്ച് തന്നെ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഷീറ്റ് വെച്ചിട്ടാട്ടോ അതിന്റെ മേലെ കുഞ്ഞിപ്പെണ്ണിനെ കടത്തിയിട്ടാണ് ക്രീം നല്ലോണം തേക്കുന്നത്. അന്ന് ആ ഡ്രൈ സ്കിന് വന്നിട്ട് നമ്മൾ ആ മരുന്ന് വാങ്ങിയില്ലായിരുന്നു, അത് തേച്ച് നല്ലോണം കുറവുണ്ട് കേട്ടോ. നല്ല മരുന്നാട്ടോ, നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അത് തേച്ച് 2 ദിവസം യു കെയിലായിരുന്നപ്പോ അവിടുന്ന് ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് അറിയത്തില്ല എന്താന്ന്. അവിടെ ഒന്നാമതെന്ന് വെച്ചാൽ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ലല്ലോ. നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ ക്യാരവാന്റെ ഉള്ളിൽ തന്നെയായിരുന്നല്ലോ വീട്ടിൽ. അപ്പം സൺലൈറ്റ് ഒന്നും അങ്ങനെ കൊള്ളാൻ ഒരു സ്കോപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ സ്കിന്നിന്റെ ഇതൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ലോണം വെയിലൊക്കെ കൊള്ളുന്നുണ്ട്, സൺലൈറ്റ് കൊള്ളുന്നുണ്ട്. സൺലൈറ്റ് കൊള്ളുമ്പോൾ കിട്ടുന്ന വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നോണ്ടാന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണ ശരീരം പെട്ടെന്ന് വേർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്കിന്നിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് അന്ന് വാങ്ങിച്ച മരുന്ന് അടിപൊളി മരുന്നാണ്. ആ മരുന്ന് ഏതായിരുന്നു? കണ്ടോ, ഈ മരുന്നായിരുന്നു കേട്ടോ കൊടുത്തിരുന്ന കുഞ്ഞിന്. ഹൈഡ്രില്ല മോയ്സ്ചറൈസിംഗ് ലോഷനും. എല്ലാവരുടെയും ഓരോ പിള്ളേരുടെ ഓരോ സ്കിൻ കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ പിള്ളേര് ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ. ഡെർമറ്റോളജിസ്റ്റ് അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നാടെ സെറ്റായി, ക്രീമൊക്കെ തേച്ച് പുതിയ ഉപ്പായൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പൊ നാടെ പൊന്നിന്റെ കൂടെ കിടക്കും, എന്നിട്ട് ഫീഡൊക്കെ ചെയ്യുന്ന നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങോട്ട് ഇനി കുറച്ചു നേരം അല്ലേ. ഇപ്പൊ ഇവിടെ കിടക്കില്ല, എന്നിട്ട് തൊട്ടിലേക്ക് കിടത്തണം കേട്ടോ. തൊട്ടിലേക്ക് കിടന്ന് നല്ലോണം ഉറങ്ങും. ഈ കുളി കഴിഞ്ഞ പാടുള്ള ഉറക്കാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നന്നായിട്ട് ഉറങ്ങും കേട്ടോ, നന്നായി കിടന്നുറങ്ങും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാട്ടോ കുഞ്ഞിപ്പെണ്ണ്. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് അവിടെ ഉറങ്ങും കേട്ടോ. കേട്ടോ, ഉറക്കുന്ന രംഗാണ് ഇത്. തൊട്ടില് കിടന്നിട്ട് ഉറക്കുന്ന കേട്ടോ. കുഞ്ഞുമാവ കഴിഞ്ഞ് ഉറങ്ങാൻ പോവാനോ കുഞ്ഞുമാവ. കുഞ്ഞുമണ് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ കിടക്കാന്. നല്ല രസം ഇങ്ങനെ ആടാന്. എന്റെ ദൈവമേ, ഇക്കിളിയാവുന്നുണ്ടാവും. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണാണ്ട് ഉറക്കം കഴിഞ്ഞ് എണീച്ചട്ടോ. ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോ അതാണ്ട് എല്ലാരും കളിപ്പിയിലാണ്. എന്റെ ദൈവമേ, കുട്ടിയെ ഉറങ്ങിക്കഴിഞ്ഞ അവിടെ ഉറങ്ങിക്കഴിഞ്ഞ പൊന്ന് എന്റെ ഉമ്മ തൂട അപ്പടി തൂട. അപ്പൊ ചൂടുള്ള കാരണം നല്ല ഫാനൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഫാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫാൻ ഇട്ട് എല്ലാവരും കിടക്കും കേട്ടോ. ഇവിടുത്തെ 5 കുരുവികൾ 1 2 3 4 ഒരു മിനിറ്റ് കുഞ്ഞാച്ചി. ഒരു വലിയ കുരുവി ഓടി നടക്കുന്നുണ്ട്. ആ കുരുവിനെ കാണാൻ കേട്ടോ. കുരുവി ചോരുന്നുണ്ട്. പട്ടീനെ ഡോഡോ വിളിച്ചാ മിണ്ടൂല കേട്ടോ. പൊണ്ണ് കുരുവി വന്നിട്ട് എന്റെ കുഞ്ഞു കുരുവിനെ കാണാണ് വിളിച്ചോണ്ടിരിക്കും. ഡൂഡു ഡൂഡുവേ എന്റെ മമ്മി വിളിക്കാൻ പോയി. ഡൂഡുവേ എന്റെ ദൈവമേന്ന് നോക്കിയോ, ഇത് കൊണ്ടുപോടാ. എന്തോ വിക്രസുപ്പിക്കോട്ടോ. ഡൂഡു എവിടെയാടാ? എവിടെ? നീ എന്താ പരിപാടി ഇവിടെ? ആടിനെ നോക്കി ആട്ടുംപാലും കൊതിട്ടുകൊണ്ടിരിക്കല്ലടാ കള്ള നീ അല്ലേ? നീ ആട്ടുംപാൽ കുടിക്കാൻ നോക്കിയതല്ലേ അല്ലേ? എടാ കള്ള, നീ വാടാ, നിന്നിപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഇന്ന് വാ.
അപ്പോൾ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിച്ച് മമ്മിയും കുഞ്ഞിപ്പെണ്ണും കെട്ടിപ്പിടിച്ച് കിടന്ന് നല്ല ഉറക്കാട്ടോ. അപ്പോൾ പൊന്നുവിനെ തിരുമിക്കാൻ പോകാൻ സമയമായി. ഇപ്പം പൊന്നുവിനെ തിരുമിച്ചിട്ട് വരാം. അപ്പം അത്ര നേരം ഇങ്ങനെ കടന്നുറങ്ങിക്കൊണ്ട് രണ്ടുപേരും. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ കൊതി പറഞ്ഞിട്ട് മമ്മി എനിക്ക് ഉണ്ടാക്കി തന്ന പാവയ്ക്ക തീയലും ഇത് കുഞ്ഞേച്ചിൻ്റെ വക പയറുപ്പേരിയും പിന്നെ ഇത് കുഞ്ഞേച്ചി മമ്മീൻ്റെയും വക മത്തിക്കറിയും ഇത് നിറയെ മാങ്ങാച്ചാറും. അയ്യോ ഞാൻ നൈറ്റ് വരിയപ്പോഴല്ലേ ഞാനായ എന്റെ പൊന്നേ എന്ത് സമാധാനാന്നറിയോ. ഞാൻ നൈറ്റ് ഇട്ടിട്ടാണെങ്കിൽ ആദ്യമായിട്ട് നൈറ്റ് ഇട്ട് നടക്കാനും അറിയത്തില്ല, ഒന്നും അറിയില്ല, പെട്ടു വേണ്ട. അപ്പൊ ഇപ്പൊ ഞങ്ങൾ തിരുമിക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഞാൻ എന്റെ പഴയ കോലം തന്നെ എടുത്തിട്ട് ഇത് പഴയ ബനിയനാട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ഇതില് കുഴമ്പായിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ശരിക്കും നൈറ്റ് ഇട്ട് നടക്കുന്ന സമ്മതിക്കണം അല്ലേ? ഭയങ്കര. അപ്പൊ ഫർദ ഇടുന്നവരോ അല്ലേ? അപ്പൊ കൂടെ ഒരു സമയം പോയി. അപ്പൊ നേരെ പോയി തിരുമിച്ചിട്ട് വരാട്ടോ. അപ്പൊ കൂട്ടുകാരെ എന്റെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്, കണ്ടോ? ബാഗൊക്കെ എടുത്തിട്ടാ ഞാൻ പോകുന്നേ. ഇതൊന്ന് കാണിച്ചേടാ. എന്റെ മോനെ പൊന്നു അങ്ങനെ വലിയ ബാൻറ്റി ബാഗുകാരിയായിട്ടാട്ടോ പോകുന്നേ തിരുമിക്കാൻ. ഞാൻ അവിടെ നിന്നാട്ടോ കുളിക്കുന്നത്. അപ്പൊ എന്റെ തോർത്ത് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ ബാഗിലിട്ട് എടുത്തതാണ്. ഇത് പഴയൊരു ബാഗ്, മമ്മിക്ക് മേടിച്ച ബാഗായിരുന്നു. ഇപ്പൊ കണ്ടോ പൊന്നിന് മുഖത്ത് കുരുവൊക്കെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം എന്താന്ന് അറിയത്തില്ല. ഇനിയിപ്പോ എല്ലാം മാറി മാറി കാലാവസ്ഥ പിന്നെയും മാറിയപ്പോ പിന്നെയും പൊന്തി തുടങ്ങി. ഒന്നുകൂടെ കുരഞ്ഞു വരുന്നു, പക്ഷെ പിന്നെയും പൊന്തിയില്ലേ. ഒരു ചക്കക്കുരു വന്നത് പറഞ്ഞോളൂല്ലേ. കുഞ്ഞേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്റെ മുഖത്തും ഉണ്ടായിരുന്നു ഇങ്ങനെ, നീ ഓർക്കുന്നില്ലടാ? കുരു ഉണ്ടായിരുന്നു. ഡൂഡു പറയുന്നേ ബായ്. ഇപ്പൊ സാമ്പോ പടക്കുതിരേനെ സ്റ്റാർട്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. സീറ്റൊക്കെ പൊക്കി എയർ വിടുന്നുണ്ട്. എന്തായാലും നടക്കോ? സ്റ്റാർട്ടായി. അപ്പൊ നമ്മളങ്ങനെ പോകട്ടോ കൂട്ടുകാരെ. എടാ മെല്ലെ ഇറക്കടാ. എനിക്ക് നടു പിന്നിട്ട് വന്ന് നമ്മൾ ടൂർ പോകുന്നല്ല, ഹണിമൂൺ. ചെക്കൻ്റെ വിചാരം നമ്മളെന്താ ഹണിമൂൺ പോകുമ്പോലെയാ, ചിരിച്ച് പാട്ടൊക്കെ വെച്ച്. അപ്പൊ വിവേക്, നമ്മുടെ നെയ്ബർ വിവേക് വിവേകാണ്. തിരുമിക്കാൻ എന്താ ചെക്കൻ എന്തേലും കൊണ്ടുവച്ചാണോ? എന്റെ ദൈവം, എന്റെ പൊന്നെ. ആണ്ടെ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. നമ്മുടെ കയ്യില് കുഴമ്പ് ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഷായ ലേഹ്യൊക്കെ മേടിച്ച് ഇന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച കാരണം കഷായത്തിന് കട തുറന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മള് മുട്ട പപ്സ് വാങ്ങി കൊടുക്കൂട്ടാ. മുട്ട പപ്സ് എവിടോ എന്റെ ജൈവം അത് എന്നെ ചെയ്യണേ. എന്റെ കുഞ്ഞിക്കാല് കാണണ്ടേ വീട്ടില്? അത് ശരി, കുഞ്ഞിക്കാലാണല്ലോ ഇത്. എന്റെ ജൈവമേ. സുധി എന്താ എടാ മോനെ പഴംപൊരി ഉണ്ടാക്കോട്ടെ സുധി. സെറ്റ് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് സുധി. വൈകുന്നേരം മേലൊക്കെ കഴുകി കുഞ്ഞിപ്പെണ്ണിനെ മമ്മി അത് അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് ഇവിടെ സെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണേ. ഇനിയപ്പോ കുഞ്ഞിപ്പെണ്ണ് എന്താക്കുന്നേ? ഇത് മേലോട്ടെടുത്തൊക്കെ ഈ തൊട്ടിലുണ്ടല്ലോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ഇന്നത്തെ ദിവസത്തെ എന്താണ് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ അപ്പൊ കുഞ്ഞിന്റെ തൊട്ടിലെടുത്ത് നമ്മൾ അലമാര മേലെ വെക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഒരു ദിവസത്തെ പരിപാടി. ഇനിയിപ്പോ കുഞ്ഞിപ്പെണ്ണ് നേരെ ഫീഡൊക്കെ ചെയ്ത് നേരെ കിടന്നുറങ്ങും. ഒറ്റ ഉറക്കം. രാവിലെ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കും. അപ്പൊ കൂട്ടുകാര് അങ്ങനെ ഇന്നത്തെ കുഞ്ഞിപ്പെണ്ണിന്റെ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. ഇനി അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഫീഡ് ചെയ്തിട്ട് കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങും. കുറച്ചേരം കൂടെ ഇനി കളിപ്പിച്ചോണ്ടിരിക്കും. എല്ലാവരും കൂടെ വന്നിട്ട് ഇനി കുറച്ച് നേരം കളിപ്പിച്ചോണ്ടിരിക്കട്ടെ. എല്ലാം കിടന്ന് ഉറങ്ങി പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോ എണീക്കും രാത്രിയില്. 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് ഉണ്ടാക്കി. കരച്ചിലൊന്നുമില്ല, ചുമ്മാ ഈ പാട്ടൊക്കെ പാടി. അത് തന്നെ സാമ്പിൾ തന്നെ. അപ്പൊ കൂട്ടുകാരെ പൊന്നിന് നടുവേന കുറവുണ്ട്. അപ്പൊ പൊന്നിന് എന്തായാലും നാളെ കെട്ടിക്കണം. ഈ പറഞ്ഞ പോലെ 8-10 ദിവസം കെട്ടിക്കണം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ അത്രയാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു ദിവസത്തെ ഡേ ഇൻ കുഞ്ഞിപ്പെണ്ണിസ് ലൈഫ് അല്ലേ? അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ഡേ ഇൻ ലൈഫ് ആണ് ഇപ്പൊ ഇന്ന് കണ്ടത്. അപ്പൊ കൂട്ടുകാരെ മറ്റു വീഡിയോ നാളെ കാണാം. നാളെ കൂട്ടുകാരെ